പോരെ നിർത്തി ഒന്ന് വേട്ട ഇറങ്ങിക്കൂടപ്പാ. കുറച്ചുകൊണ്ട് ബാഗ് കിക്കി പോരെ. ഇത്ര ബെജായൊന്നും ഇല്ല നിങ്ങക്ക്. മുട്ടിയാ ഇപ്പൊ എന്താ തീരെ വെച്ചാണ്ടായല്ലോ ഇപ്പോഴത്തെപ്പോ കൊറേ ഒക്കെ കാട്ടിക്കൂട്ടലും കാരി മാട്ടിരുന്നോളി മാട്ടിരുന്നോളി. ആരപ്പത് വന്നിക്കണത്? ഇതിപ്പാന്റെ ഡ്രസ്സാണ്. ഇപ്പൊ ഞാൻ കുറച്ച് ദിവസം അവിടെ നിക്കട്ടെ. ഇതിപ്പോ ഞങ്ങള് അവിടെ 2 പെരക്കാർക്കും ഒന്നും പുറത്തേക്ക് ഇറങ്ങാൻ പറ്റ, ഒന്ന് കുട്ടികളായിട്ട് കൊടുക്കലൊന്നും ഇറങ്ങാൻ പറ്റ, പെര പൂട്ടി പോകാൻ പറ്റ. 2 പേരെ ഇങ്ങനെ രാവും പകലും പിന്നെ തുറന്നു വെച്ച് കുത്തിരിക്കണം. പണ്ടായതുകൊണ്ട് നാത്തൂനുണ്ട്, അതിന്റെ ഒരു കല്യാണം, മോളെ കല്യാണം ഉണ്ട്. അതിനൊക്കെ പോണം. ഞങ്ങൾക്ക് എല്ലാവർക്കും ഒക്കെ പോകണം. ഇപ്പൊ ഞാൻ എന്നെ കാണാൻ പോതിന്റെ കാരണം ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പൊ എന്നാലും ഇവിടെ നിന്നോട്ടെ. ഏതായാലും മകളുടെ അടുത്ത് കിട്ടുന്ന സുഖം ഒരാളുടെ അടുത്ത് കിട്ടൂലല്ലോ. അവിടെ നിൽക്കട്ടെ. അല്ല 2 ദിവസമൊക്കെ ഒന്നും കുഴപ്പമില്ല. 2 ദിവസമല്ല, ഞങ്ങളിപ്പോ 2 ദിവസം ഇപ്പൊ ഞങ്ങളിപ്പോ 2-4 ദിവസം നോക്കി കണ്ടപ്പോ എത്ര മാസമായി ഇപ്പൊ ഞങ്ങൾ അവിടെ മാറി മാറി നിൽക്കണം. ഒരു മാസം നിന്ന്, എന്റെ വീട്ടിൽ ഒരു മാസം നിന്ന്, ഒരു മാസം എന്റെ പേരെ നിൽക്കട്ടെ. നിങ്ങൾക്ക് അറിയണല്ലേ ഇവിടുത്തെ ഉമ്മ പ്രശ്നം ഉണ്ടാക്കുന്നില്ല. ഉമ്മ പ്രശ്നം ഉണ്ടാക്കിയതല്ല. ഇങ്ങനെ ചുമച്ചിട്ട് പുതിയ ഇന്റർലോക്ക് ഇട്ടുള്ളതാണ് മുറ്റത്ത്. അതില് കൊരക്ക തുപ്പ ഓളെ വളരെ കണ്ടെണ്ണം വിറ്റിട്ടാണ് ഇന്റർലോക്ക് ഇട്ട് എനിക്ക് അറിഞ്ഞത്. അപ്പൊ അവിടെ എന്നിട്ട് കുരച്ച് തുപ്പിട്ട് അവിടെ ആകെ പ്രശ്നമാണ്. ഒരു മനസ്സിന് പെരക് കയറി വരാൻ പറ്റും. ആ കുറച്ചൊക്കെ ഇത് പറഞ്ഞാൽ നിങ്ങൾക്ക് ഒന്ന് മനസ്സിലാവും. അതൊക്കെ അനുഭവിച്ചുമ്പോ തന്നെ അതിന്റെ അടങ്ങാറ് തിരിയുള്ളൂ. ഒന്നുകൂടെ നിൽക്കട്ടെ. ഇവിടുത്തെ അമ്മക്ക് പറ്റൂല പറഞ്ഞ് ഇവിടുത്തെ അമ്മക്ക് ഇപ്പൊ പനൊക്കെ കൊടുന്നൂടെ നിർത്തുന്നതേ പറ്റാത്തുള്ളൂ. ഇപ്പൊ നമ്മളെ 3 പേരിൽ സ്വത്ത് ഒരു അച്ഛല്ലോ, ഒരേമാതിരി എഴുതി അച്ഛല്ലോ. എന്റെ കാലശേഷം മക്കൾക്ക് 3 പേർക്കും ഒരേ പ്രകാരം. അതിന് എന്റെ അമ്മക്ക് എതിർപ്പൊന്നും ഇല്ലല്ലോ. ആ മക്കൾക്ക് കൊടുക്കണ എന്റെ പൗതി മതി അമ്മക്ക് എന്റെ അമ്മായിമ്മ പറഞ്ഞിട്ടില്ലല്ലോ. 25 സെന്റ് അത്ര തന്നെ ഞങ്ങൾക്കുള്ളൂ. മുതൽ കിട്ടുന്നതിന് എന്റെ അമ്മായിമാക്കൊന്നുമില്ല. ഇപ്പാനൊരു മാസം ഇവിടെ നിർത്തുന്നതിനാണല്ലേ. ഇപ്പൊ ഇനി മരിച്ചാല് ഓയിൽ വെക്കുമ്പോ നമ്മള് കൂടുതൽ വെച്ചിട്ട് ഇപ്പൊ നേരത്തെ എഴുതി വെച്ചേക്കാണ്. മുപ്പൊരു വസിയത്ത് എഴുതി വെക്കണ പോലെ അത് എഴുതി വെച്ച് പറഞ്ഞാൽ മുബല കൂടി എഴുതിപ്പിച്ചു. അല്ലാതെ ഇപ്പാക്ക് അങ്ങനെ എടുത്തില്ല. ഇപ്പൊ അവിടെ നിൽക്കുക. പിന്നെ ഞങ്ങളെക്കാട്ടിലും അല്ലെങ്കിൽ ഞങ്ങളെ ഒപ്പം അനക്കും പറഞ്ഞാൽ അങ്ങനെ ഇപ്പാക്ക് അങ്ങനെ ഒരു ചിന്ത ഉണ്ടാകല്. അത് ഉണ്ടായതല്ലോ, ഉണ്ടാക്കിയതാണല്ലോ. 2 ദിവസം ഇവിടെ നിൽക്കാൻ വന്നത് ശേഷം വന്നിട്ടാണ് എഴുതിയത്. അതൊന്നും പറയണ്ട. അല്ല ആയിക്കോട്ടെ, അതിനെ കുറിച്ച് ഇനി പറയണ്ട. അത് പോട്ടെ, അതൊക്കെ കഴിഞ്ഞു. അതൊക്കെ വണ്ടിയോലെ എഴുതി വെപ്പിച്ചു. എത്ര എന്റെ അവസ്ഥ എന്റെ പണം എനിക്ക് നോക്കാൻ കഴിയൂല. ഞങ്ങൾ നോക്കണ്ടല്ലോ. സന്തോഷത്തോടെ ഞങ്ങൾക്ക് ഞങ്ങളെ ഭാര്യയും കുട്ടികളൊക്കെ അങ്ങോട്ട് കൊണ്ടൊക്കെ പോണ്ടേ. എനിക്ക് ഇവിടെ ആരോഗ്യമുള്ള അമ്മായിമ അമ്മോസം കാക്കിയുണ്ട്, എന്റെ മാപ്പിളയുണ്ട്, മക്കളുണ്ട്. നിങ്ങൾക്ക് സുഖമായിട്ട് എല്ലാ കാര്യങ്ങൾക്കും പോകാം. വേറെ അടച്ചു കൂട്ടി എല്ലായിടത്തേക്കും പോകാം. എല്ലാ പരിപാടിയിലും ഭക്ഷണം പങ്കെടുക്കാം. ഞങ്ങൾക്ക് അപ്പൊ അത് പറ്റാത്ത ഇല്ലേ? അല്ല എപ്പോഴേലും വന്ന് 2 ദിവസം നിക്കണ പോലെയല്ല ഒരു മാസം. ഇവിടെ റൂം താഴെയില്ല, പിന്നുള്ളത് മുകളിൽ. അമ്മക്ക് മുട്ടുവേദന കാരണം മുകളിൽ കയറാൻ പറ്റൂല. നിങ്ങൾ മുകളിൽ കയറിക്കോളി. വാപ്പ കൊടുന്ന വാപ്പാൻ ഏതായാലും മുകൾക്ക് ആക്കാൻ പറ്റൂല്ലോ. ഇത്ര വലിയൊരു കാര്യമായിട്ട് ഇവിടെ റൂമില്ലാന്നോ? ഇങ്ങനെയൊക്കെ തന്നെയാണ് ഞങ്ങൾ അവിടെയൊക്കെ. ഒരു ഉള്ളത് വെച്ച് എല്ലാവരും അഡ്ജസ്റ്റ് ചെയ്യലാണ്. പ്രായമായ ആൾക്കാർ ഉണ്ടാവുമ്പോ ഓർക്ക് ഒരു പരിഗണന കൊടുക്കണം കേട്ടോ. ഇപ്പാ മുട്ടിന്റെ അടുത്ത് നിന്നോളിഞ്ഞ് കേട്ടോ. മുട്ടിനങ്ങളൊക്കെ എന്നും കാണും ചേച്ചി. പേരക്കുട്ടികളെക്കാളും നല്ലത് മോളാകുമ്പോ ഓൾക്കാകുമ്പോ ഒരു സന്തോഷം കൂടിയിട്ടാണ്. ഓൾ കൊറേ പറയും നിങ്ങളെ കാണണം എനിക്കിപ്പോ എല്ലാ കഷ്ടപ്പാടും പനെ കൊണ്ടാണ്. ഒരു കഷ്ടപ്പാടുമില്ല. ഓക്ക് ഇഷ്ടമാണ് നിങ്ങൾ ഇവിടെ വരുന്നത്. ഇവിടെ നിൽക്കുന്നത് ഇഷ്ടമാണ്. ഓള് പറഞ്ഞിരിക്കണേ. ഒറ്റ വയ്യുള്ളൂ. എത്രയും വേഗത്തില് വാപ്പ മരിക്കാം. അതൊക്കെ അതിന്റെ സമയമാകുമ്പോ മരിച്ചോളപ്പാ. അതൊക്കെ അതൊക്കെ നിങ്ങൾ ഇങ്ങനെ പറയാന്നല്ലാതെ അതൊന്നും കാര്യമല്ല കേട്ടോ. നിങ്ങൾ എവിടെ നിന്നോളൂ. നിങ്ങൾക്ക് ഇവിടെ റജുലാനക്കാരിലും പിന്നെ റജുലാന്റെ അടുത്ത് നിൽക്കണേക്കാരിലും സെറീനാന്റെ അടുത്ത് നിൽക്കണേക്കാരിലും ഒക്കെ സുഖം തന്നെക്കാലം ഇവിടെ ആവുമ്പോ. ഉമ്മൂട്ടിയല്ലേ, സ്വന്തം മകളല്ലേ കേട്ടോ. മരക്കളക്കാരിലും സുഖം തന്നെക്കാലം. എന്ത് നട്ടാന്തരായി പറയുന്നത്. നട്ടാന്തരം ഇനിയിപ്പോ നട്ടാന്തരം അതൊന്നും പറഞ്ഞു നിൽക്കണ്ട. അവിടെ നിന്നോളി. അത് സന്തോഷം കൊണ്ടേ ഓരോരുത്തർക്ക് വന്നുള്ള സന്തോഷം ആയിക്കോട്ടെ. സന്തോഷത്തോട് കൂടി നിന്നോളി കേട്ടോ.
കൊടുത്തുന്നിട്ട് എന്റെ അമ്മായിമ്മയും അമ്മച്ചങ്ങൾക്കൊന്നും ഇല്ല ഇവിടെ ആരും. അമ്മൂസൊക്കെ കല്യാണത്തിന് പോയിക്കാ. അമ്മായിമ്മ അപ്പുറത്തെ വീട്ടില് കുടുംബശ്രീ ഉണ്ടാവുന്നത് പോയി. എന്നാ ഇനി പോലെ കണ്ണും മുറും കാണണ്ടല്ലോ. എന്നാലും ഇവിടെ നോട്ടെ നമുക്ക് പോവല്ലേ. നമുക്ക് പോവാം. എന്താ എനിക്കൊരു ഇതില്ലാത്ത പണം കൊടുത്തിട്ട് അനക്ക് വല്ല ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമുക്ക് എല്ലാവർക്കും കൂടി ഷെയർ ഇടാം. വല്ല ബുദ്ധസന്ധത്തിനൊക്കെ കൊണ്ടാക്കാലോ. നമുക്ക് ഞങ്ങളും ഷെയർ അതിനെന്താ വേണ്ട ഞങ്ങളും കൂടി തരാം. അതിലൊന്നും കുഴപ്പമില്ല. ഈ അനക്ക് പറ്റില്ലെങ്കിൽ പറഞ്ഞോ, അത്രേ ഉള്ളൂ. എന്റെ ആങ്ങളാരായത് കൊണ്ട് ഇതിന് മറുപടി ഞാനിവിടെ പറയണില്ല കേട്ടാ. നിങ്ങക്ക് നാണും മല്ല എങ്ങനെ വർത്താനം പറയാന്. സ്വന്തം തന്തനെ നന്നായിക്കോട്ടെ, തന്ത്രം നോക്കിക്കോ. ഞാൻ നോക്കിക്കോളാം. നിങ്ങളുടെ ഉണ്ടാക്കണ്ട. അല്ല ഞങ്ങൾ ഉണ്ടാക്കുന്നില്ല. കളിക്കൊന്നും വേണ്ട. എന്താ പറയുക, ഇപ്പൊ നേരത്തെ പറഞ്ഞ എനിക്ക് 2 ദിവസം കൂടുതൽ നോക്കാൻ പറ്റില്ല. ഇന്റെ അവസ്ഥ അതാണ്. അതുകൊണ്ട് എന്നോടൊക്കെ പറഞ്ഞത് 25 സെന്റ് അനക്ക് തന്നെ എന്താ അനക്കൊക്കെ എടുത്തോ. 25 നമ്പർ എത്ര എടുത്തോ. എനിക്ക് വേണ്ട ചാടിക്കളിയൊക്കെ നിർത്ത് കേട്ടോ. ഞങ്ങളൊക്കെ മാരത്തിന് അനക്കും വാപ്പാന്റെ പേരിൽ അവകാശമുണ്ട്. അതിനെ പണം കൊടുക്കും. ഞങ്ങള് ഇനി വന്നല്ല, ഞങ്ങൾ ഉപ്പാനെ കൊടുക്കുന്ന നടക്കണ മക്കള് സ്വന്തം മകളായ അനക്ക് നോക്കാൻ പറ്റില്ല. പിന്നെ ഞങ്ങൾ കെട്ടിക്കൊടുന്ന പിന്നെ മരക്കൊക്കെ പറ്റും. പിന്നെന്താ ഞങ്ങൾ ഇറങ്ങിയ ഞങ്ങൾ ഇറങ്ങട്ടെ. ഡ്രസ്സൊക്കെ എന്തൊക്കെയാണ് ഈ പറഞ്ഞത് ഖബറില് ശിക്ഷ കൂട്ടാനായിട്ട്. എന്റെ റബ്ബേ, വയസ്സാം കാലത്ത് വാപ്പാർക്ക് ആൺകുട്ടികൾ നല്ലതാന്ന് പറഞ്ഞു തന്നിട്ടുണ്ട്. ഇതൊരു കാര്യം ഉണ്ടായില്ല എന്റെ അപ്പങ്ങൾക്ക്. പോട്ടെ, നിങ്ങൾ എത്ര കാലം നിങ്ങൾക്ക് ഇവിടെ നിൽക്കാൻ പറ്റിച്ച് നിന്നോളി. ഞാൻ എൻ്റെ അമ്മായിമ്മയും അമ്മോസനും മോൻ കറക്കുവച്ചിട്ടാണ് ഇത്രയും കാലത്ത് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഞാൻ ഒന്നുമില്ല, ഇനി ഒരു മോൻ കറക്കലും ഇല്ല. നിങ്ങളെ ഇത്രക്ക് കുത്തല് കേട്ടിട്ട് അവിടെ ജീവിക്കണ്ട. ഇങ്ങോട്ട് വരിപ്പാ, പതുക്കെ നീച്ചോളൂ കേട്ടോ. വരും.